ഈ സ്ഥിതിയൊക്കെ ആരുണ്ടാക്കിയതാണ്? ഉണ്ടാക്കിയത് ഗവർണറാണ്. ഗവർണർക്കറിയില്ല യൂണിവേഴ്സിറ്റി ഓട്ടോണമിയുടെ അർത്ഥം എന്താണ്. യൂണിവേഴ്സിറ്റിയെ ഏതെങ്കിലും രാഷ്ട്രീയ ആശയത്തിന്റെ തടവിലാക്കാൻ ശ്രമിക്കാൻ പാടില്ല എന്ന കാര്യം അദ്ദേഹം മറന്നുപോയി. വാസ്തവത്തിൽ ഭാരതാംബയുടെ വിവാദം അദ്ദേഹം കുത്തിപ്പൊക്കിയതാണ്. ഞങ്ങളെല്ലാവരും രാജ്യമാകെ വിദ്യാർത്ഥികളും അധ്യാപകരും കർഷകരും തൊഴിലാളിവർഗവും എല്ലാം ഈ ഭാരതമാതാവിന്റെ മക്കളാണ്. നമുക്കറിയാം. ആ ഭാരതമാതാവിനെ പറ്റിയാണ് നെഹ്റു പഠിപ്പിച്ചത്. ആ പടവും ഞങ്ങൾക്കറിയാം. ഭാരത് മാതാവ് എന്ന് പറയുമ്പോൾ നെഹ്റു പറഞ്ഞു അത് ഇന്ത്യയിലെ കോടാനുകോടി മനുഷ്യരാണെന്ന് പറഞ്ഞു. ഇവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള കോടിക്കണക്കിന് മനുഷ്യരാണ് ഭാരതമാതാവ് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ഭാരത് മാതാക്ക് ജയ് എന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾ ജയ് വിളിച്ചത് ആ മക്കൾക്കാണ്, ആ ഭാരതമാതാവിനാണ്. അതിന്റെ എല്ലാം പ്രതീകമാണ് ദേശീയ പതാക. ആ പതാകയാണ് പ്രതീകം. അതിനപ്പുറം ഒരു പ്രതീകമില്ല ഭാരതമാതാവിന്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭാരത് മാതാക്ക് ജയ് എന്ന് വിളിച്ചുകൊണ്ട് ദേശീയ പതാക ഉയർത്തിയത് അഭിമാനപൂർവ്വം. അതാണ് CPI. ആ മുദ്രാവാക്യം ഉണ്ടാക്കിയത് വേറെ ആരുമല്ല, ദേശീയ പ്രസ്ഥാനമാണ്. അത് കണ്ടുപിടിച്ചത് RSSമല്ല. 1925 RSS ഉണ്ടായത്. 25 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഒന്നാം സ്വാതന്ത്ര്യ സമരം. അന്ന് ആ സമരഭൂമിയിൽ ഈ മുദ്രാവാക്യം മുഴങ്ങി. ഭാരത് മാതാ കി ജയ് മുദ്രാവാക്യം മുഴങ്ങി. അത് മുഴക്കിയത് ഹിന്ദുക്കളായ മുസ്ലിമുകളായ ഇന്ത്യക്കാരായ പാവങ്ങളായിരുന്നു. ആ മുദ്രാവാക്യത്തിന്റെ അട്ടിപ്പറൊന്നും ആർക്കുമില്ല. ഒരു ഗവർണർക്കുമില്ല, ഒരു BJPക്കുമില്ല, RSSനുമില്ല. അത് ഇന്ത്യയിലെ പാവങ്ങൾ ഉണ്ടാക്കിയ മുദ്രാവാക്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബഹുമാനം ആ പാവങ്ങളെയാണ്. ഞങ്ങൾ ആ മുദ്രാവാക്യം കടം വാങ്ങിയിട്ടുണ്ട്, അവരിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിലെ പാവങ്ങൾ സ്വതന്ത്ര പോരാട്ടത്തിന്റെ ഒന്നാമത്തെ പടവിൽ നിന്നുകൊണ്ട് മുഴക്കിയ മുദ്രാവാക്യമാണത്. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതിന്റെ പ്രതീകം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു ദേശീയ പതാകയാണ്, അത് മാത്രമാണ്, ആ മൂവർണ്ണ കൊടിയാണ്. പക്ഷെ ഗവർണർക്ക് ഇതറിയില്ല. RSSന്റെ പള്ളിക്കൂടത്തിൽ പഠിച്ച, അതിന്റെ ആശയ പരിശീലനം കിട്ടിയ സ്വയം സേവകരായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ഇന്നും പുറത്തു കടക്കാൻ മടിക്കുന്ന ആർലേക്കർ ജി, അദ്ദേഹത്തിന് ഇപ്പോഴും ഭാരത് മാതാവ് സിംഹപ്പുറത്തിരിക്കുന്ന കാവിക്കൊടിയേന്തിയ ആ സ്ത്രീയാണ്. ആ സ്ത്രീയെ ഇന്ത്യക്കറിയില്ല. ആ സ്ത്രീ ഇന്ത്യയിൽ ആർക്കും അറിവുള്ള കൊടിയ സ്ത്രീയല്ല. RSSന്റെ ശാഖയിൽ പോകുന്നവർക്കെല്ലാം അറിയാം ആ സ്ത്രീയെപ്പറ്റി. RSS രാജ്യസ്നേഹത്തിന്റെ മഹാമുഹൂർത്തങ്ങളിലൊന്നും, സ്വാതന്ത്ര്യ സമരത്തിന്റെ നിർണായക വേളയിലൊന്നും ഒരു കാണിയെപ്പോലെ പോലും എത്തിനോക്കാത്ത സംഘടനയാണ് RSS. അവരിപ്പോൾ പറയുന്നു ഭാരതമാതാവിനെ പറ്റിയുള്ള ചിത്രം അവര് എല്ലാവരെയും പഠിപ്പിക്കാമെന്ന്. ദേശസ്നേഹമുള്ള ഇന്ത്യക്കാർ, കമ്മ്യൂണിസ്റ്റുകാർ, ദേശാഭിമാനികൾ ഒന്നിച്ചു പറയുന്നു അതൊന്നും പഠിക്കാൻ ആ പള്ളിക്കൂടത്തിൽ പോകാൻ ഞങ്ങൾക്കാർക്കും മനസ്സില്ല. പക്ഷേ അദ്ദേഹം പറയുന്നു, ഗവർണർ പറയുന്നു, അദ്ദേഹം ചാൻസലറാണ്. രാജ്ഭവന്റെ അകത്തളത്തിൽ മാത്രമല്ല യൂണിവേഴ്സിറ്റികളുടെ എല്ലാ വേദികളിലും വയ്ക്കേണ്ടത് ആ ചിത്രമാണെന്ന്. RSSന്റെ സങ്കല്പത്തിലുള്ള അവർക്ക് മാത്രം അറിയാവുന്ന സിംഹപ്പുറത്തിരിക്കുന്ന ആ സ്ത്രീയുടെ പേര് ഭാരതമാതാവാണെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയുടെ ചിത്രം അടിച്ചേൽപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചാൽ ആ ശ്രമത്തെ അംഗീകരിക്കാൻ ഇന്ത്യക്കാകില്ല, കേരളത്തിലാകില്ല. അതുകൊണ്ട് അക്കാദമിക് കമ്മ്യൂണിറ്റി അത് വകവയ്ക്കാൻ പോകുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായി പറയുന്നു ഞങ്ങൾ കേരളത്തിലെ, ഇന്ത്യയിലെ അക്കാദമിക് ഫെറ്റേണിറ്റിക്കൊപ്പമാണ്. ആ ഫെറ്റേണിറ്റിയുടെ മനസ്സിലെ രാജ്യസങ്കല്പത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഭാരതമാതാവ് ജനങ്ങളാണ്, വേറാരുമല്ല. അതുകൊണ്ട് ഈ പ്രശ്നം കുത്തുപൊക്കിയത് ഗവർണറാണ്, അദ്ദേഹം തന്നെയാണ്.
ആ വിഷം അദ്ദേഹം തന്നെ ഇറക്കണം. എന്നിട്ട് സമാധാനപരമായിട്ട് മുമ്പോട്ട് പോകാൻ അദ്ദേഹം വഴിയൊരുക്കണം. ഗവർണർ ഈസ് ദ ചാൻസലർ എന്ന് പറയുന്നു നമ്മുടെ നിയമം. ചാൻസലറായ ഗവർണർ വിദ്യാഭ്യാസ രംഗത്ത് ഒരിക്കലും തീരാത്ത കലാപത്തിന്റെയോ കലുഷിതാവസ്ഥയുടെയോ ഒന്നും സൃഷ്ടാവായി മാറാൻ പാടില്ല. അദ്ദേഹം അക്കാദമിക്കായ സമാധാനത്തിന്റെ വക്താവാകണം. അതിന് പോകുന്ന അന്തരീക്ഷമുണ്ടാക്കാൻ അദ്ദേഹം ശ്രമിക്കണം. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത്.